സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു കാന്താരി ചിക്കൻ ആയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലോണം കഴുകി നന്നായിട്ട് വൃത്തിയാക്കി ഈ ചിക്കനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമ്മുടെ പ്രധാന ചേരുവയായ കാന്താരി ഒരു 50 ഗ്രാം കാന്താരിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. 50 ഗ്രാം കാന്താരി നന്നായിട്ട് അരച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 15-20 മിനിറ്റ് നമുക്ക് ഇങ്ങനെയൊന്ന് വെക്കാം. ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പ് വെക്കാം. ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള ഉള്ളി അരിഞ്ഞതും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വാടി കിട്ടാൻ എളുപ്പം കിട്ടും. ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കേണ്ടത് ഒരു 10 ഗ്രാം ഗാർലിക് ജിഞ്ചർ പേസ്റ്റും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്കതൊരു കളർഫുള്ളിന് വേണ്ടിയിട്ട് ഒരല്പം എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒരു ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റോളം ഒന്ന് കുക്കാക്കി വെക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മളൊന്ന് മൂടിയും തുറന്ന് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. വീണ്ടും ഒന്നൊരു മൂടി വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളമൊന്നും ഒട്ടും ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് അതിലുണ്ടാവും. അതുകൊണ്ട് വെള്ളം ഒഴിക്കരുത്. ഇതിൽ വെള്ളം ഊറി വരുന്നുണ്ട്, ഇറച്ചിയിൽ നിന്നുള്ള വെള്ളം ഊറി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റോടെ മൂടി വെക്കാം. ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട് അതിൽ നിന്ന്. ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് വേവായിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് ഒന്ന് ഡ്രൈ ആയി വന്നാൽ മതിയാവും. അതിന് മുമ്പായിട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരല്പം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കാന്താരി ചിക്കൻ റെഡിയായി. ഇപ്പോൾ നമ്മുടെ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന വളരെ ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ കാന്താരി ചിക്കൻ നമുക്ക് ചൂട് ചക്കയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കഷ്ണം എടുത്ത് അടിപൊളി. നമ്മൾ സാധാരണ മസാല ഇട്ട് വെക്കുന്ന കഴിഞ്ഞൊക്കെ ഒരു വേറെ ഒരു ടേസ്റ്റാണ്. ആ കാന്താരിയുടെ ഒരു 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 നല്ല ടേസ്റ്റുള്ള ഒരു എരിവ്. നമ്മൾ സാധാരണ മുളക് പൊടി ഇട്ട് വെക്കുന്ന പോലെ അല്ലാണ്ട് കാന്താരിയുടെ ഒരു ടേസ്റ്റുള്ള എരിവ് അടിപൊളി, ഒന്നും പറയാനില്ല. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതൊരു എല്ലാവർക്കും